ഹായ് ഫാൻസ്, നമ്മുടെ വീട്ടിലൊക്കെ ഒരു കഷ്ണം കുമ്പളങ്ങ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വേഗം എടുത്തോളൂ. ഇപ്പം തന്നെ ട്രൈ ചെയ്തോളൂ. കുമ്പളങ്ങ തോല് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്, നമുക്ക് അരപ്പിനായിട്ട്. പിന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്. നമുക്ക് ഉച്ചയ്ക്ക് പറ്റിയൊരു അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 വലിയ കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത്. ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു നുള്ളി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ. പിന്നെ കടുക് 1/4 സ്പൂണ് കടുക്. കടുക് ചിലവർ കൂടുതലിടും, അപ്പോൾ അതിനനുസരിച്ച് ഇടാം. 1/2 സ്പൂൺ ആണെങ്കിൽ 1/2 സ്പൂൺ ഇടാം കേട്ടോ. കടുകാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ 1/2 സ്പൂൺ ആണെങ്കിൽ 1/2 സ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണ് തൈര്. ഇത് ഭയങ്കര പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ഇട്ടിരിക്കുന്നത്. പുളി കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിടണേ. വെള്ളം അധികം ചേർക്കണ്ട, നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അരക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് അരക്കണ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ വേവന അതേ സമയമൊന്നുമില്ല. കുമ്പളങ്ങയിൽ ഒരു 2-3 പച്ചമുളക് മുറിച്ചിടുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഈ വക ഐറ്റംസാണ് നമുക്കതിലിടേണ്ടത്. പിന്നെ വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട്, ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പങ്ങട് ഞാൻ കാണിച്ച അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഈ രീതിയിൽ. അപ്പോൾ തൈര് ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ട്, ഇനി വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. പുളിയൊക്കെ അനുസരിച്ച് തൈര് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതായിട്ടുണ്ട്. കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരപ്പങ്ങട് ചേർത്ത് കൊടുക്കാം. നല്ലോണം വെട്ടിത്തിളക്കട്ടെ, കാരണം തേങ്ങ അരച്ചല്ലേ. നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളക്കട്ടെ. ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനത് ആ വെള്ളം കൂടി, ആ അരപ്പ് പാത്രത്തിൻ്റെ വെള്ളം കൂടി ചേർത്ത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർക്കാം. ടൈറ്റായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലോണം തിളക്കട്ടെ ഇത്. അപ്പോൾ നമുക്കിത് നല്ലോണം ആയിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൽ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈ പാനിൽ 2-3 സ്പൂൺ ഓയിൽ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച ശേഷം ഉണക്കമുളകും ഇതും കൂടിയിട്ട് നമുക്ക് മറ്റതിലേക്ക് ഒഴിക്കാം. മുഴുവൻ പൊട്ടിയ ശേഷം നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്കങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടിയ ശേഷം നമുക്കത് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിച്ച് കറിയായിട്ടും കഴിക്കാം, അല്ല കട്ടിക്കാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ കാണാം ഫ്രണ്ട്സ്. ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്